കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസ്ഥാനത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ നിന്റെ കുടുംബത്തെ ഈ പ്രഭാതത്തിൽ ആശീർവദിക്കുന്നു. മെയ് 16-ാം തീയതിയായ വെള്ളിയാഴ്ച നീ പോകുന്നിടത്തേക്കെല്ലാം കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കാനും കർത്താവിൽ അവലംബം വെക്കുന്ന നീ അവനിൽ ആശ്രയം വെക്കുന്ന നീ നിൻ്റെ ജീവിത ചുറ്റുപാടുകളിൽ നിൻ്റെ ശക്തി ക്ഷയിച്ചു പോകുമ്പോൾ, നിൻ്റെ സ്വാധീനം കെട്ടുപോകുമ്പോൾ, നീ നിരാലംബനാകുന്ന ഓരോ നിമിഷവും നീ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കാരുണ്യവും ചൈതന്യവും സാന്നിധ്യവും നിനക്ക് അവകാശവും ഓഹരിയുമൊക്കെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വഴി യാത്രയിലെ റാഫേലിനെ അയച്ചു കൊടുത്ത ദൈവത്തിൻ്റെ ചൈതന്യം തോബിയാസ് റാഫേലെന്ന പോലെ കർത്താവിൻ്റെ ദൂതൻ പരിശുദ്ധ അമ്മയുടെ ആളായ്മയായി നിനക്ക് അനുഭവിക്കാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കച്ചവട ബന്ധങ്ങൾ, ബിസിനസ്സുകൾ, വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, മാർഗങ്ങൾ, നിൻ്റെ ജീവിത മാർഗങ്ങൾ കർത്താവ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിൻ്റെ ജീവിത സന്ധാരണ മേഖലകളിൽ നീ അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികളും മറ്റുള്ളവർ ഉയർത്തുന്ന മത്സരങ്ങളും നിൻ്റെ ജീവിത മാർഗങ്ങൾ കെട്ടുപോകുന്ന അവസ്ഥയിലേക്ക് കർത്താവിൻ്റെ ശക്തിയിലേക്ക് ആവസിക്കുകയും അത് ആളിക്കത്തുകയും ചെയ്യട്ടെ. കാനായിലെ കല്യാണത്തിലേക്ക് സന്നിഹിതയായ പരിശുദ്ധ അമ്മ കന്യാസ്ത്രീ മറിയം നിൻ്റെ ജീവിത കണ്ണുനീരെ കർത്താവിൻ്റെ തിരുസേനയെ താലത്തിലാക്കി സമർപ്പിക്കുകയും ഈശോ ആവർത്തിക്കുകയും ആശീർവദിക്കുകയും അതിനൊക്കെ രത്നങ്ങളായി ദൈവത്തിന് വിലപിടിയാത്ത ദൈവത്തിൻ്റെ കൃപയായി നിൻ്റെ ജീവിത മണ്ഡല അനുഗ്രഹങ്ങളായി തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരം മുഴുവൻ രോഗമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗം കൊണ്ട് മനസ്സ് ഇടിയുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗം കൊണ്ട് സാമ്പത്തികമായി ദരിദ്രം സംഭവിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗം കൊണ്ട് വരുമാനത്തിന് ഉള്ള മാർഗം നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗം കൊണ്ട് ജീവിതമാർഗം അടഞ്ഞുപോയതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവം തന്നെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ കൃപയായി നിങ്ങൾ നിറയട്ടെ. ജീവിതമാർഗം കർത്താവ് അതിൻ്റെ വാതിൽ തുറന്നു തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, മക്കളെ കൊണ്ട് പൊറുതി മുട്ടിയവർ, മക്കൾ പലതരത്തിലുള്ള തെറ്റായ ബന്ധങ്ങളിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള തെറ്റായ ശീലങ്ങളിലും ചെന്ന് അകപ്പെട്ടിട്ട് പ്രാർത്ഥനയുമില്ല, ദൈവവുമില്ല, അക്രമാസക്തമായ സ്വഭാവം കാണിക്കുകയും ഭ്രാന്തമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന മക്കളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ ദുശ്ശീലങ്ങളെ ബന്ധിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നിൻ്റെ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ വെക്കുന്നു.